നമസ്കാരം. ജ്യോതിഷപ്രകാരം വളരെയധികം പ്രാധാന്യം നൽകുന്നതായ ഒരു ഗ്രഹമാണ് വ്യാഴം. സകല ഐശ്വര്യത്തിന്റെയും ദേവനായി കണക്കാക്കുന്നതും വ്യാഴത്തിനെയാണ്. ഒരു വ്യക്തിക്ക് ശോഭിക്കണം എങ്കിൽ, പ്രത്യേകിച്ചും വിദ്യയുമായി ബന്ധപ്പെട്ടും ബിസിനസ്സുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ, സാമ്പത്തികപരമായ പുരോഗതി ജീവിതത്തിൽ കൈവരിക്കുവാൻ പ്രധാനമായും വ്യാഴത്തിന്റെ അനുഗ്രഹം ഒരു വ്യക്തിക്ക് കൂടിയേ തീരൂ. അതിനാൽ വ്യാഴത്തിലുണ്ടാകുന്ന മാറ്റം ഓരോ നക്ഷത്രക്കാരെയും ബാധിക്കുന്നു എന്നതാണ് വാസ്തവം. നിലവിൽ വ്യാഴത്തിന്റെ സ്ഥിതി നോക്കുമ്പോൾ രോഹിണി നക്ഷത്രത്തിലേക്ക് പ്രവേശിക്കാനായി തയ്യാറെടുക്കുകയാണ്. കൂടാതെ ഏപ്രിൽ 10 ഹോളി കഴിഞ്ഞതിന് ശേഷം വ്യാഴം മാർഗശീർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വ്യാഴത്തിന്റെ ഈ മാറ്റത്തിലൂടെ ഐശ്വര്യവും ധനയോഗവും ധനപരമായ നേട്ടങ്ങളും മറ്റ് സൗഭാഗ്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അഥവാ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ ചില രാശിക്കാരുണ്ട്, നക്ഷത്രക്കാരുണ്ട്. അവരെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത്. പറയുന്നത് പൊതുഫലപ്രകാരമാണ്. ജാതക പ്രകാരം ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നു ചേരാം. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും പല വിധത്തിലുള്ള നേട്ടങ്ങൾ, അനവധിയാർന്ന നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സമയമാകുന്നു. പ്രധാനമായും സാമ്പത്തികപരമായ നേട്ടങ്ങൾക്കുള്ള വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തുറന്ന് ലഭിക്കാവുന്നതായ സാഹചര്യങ്ങളുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. ചില പ്രതിസന്ധികൾ ഉടലെടുക്കുന്നു അല്ലെങ്കിൽ ഉടലെടുത്തിട്ടുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുകയോ ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുവാനോ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. തൊഴിൽ രംഗത്ത് നിങ്ങൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങളുണ്ട്. അതിൽ ചിലതെങ്കിലും നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുവാൻ സാധിച്ചു എന്ന് വരാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ അല്പം അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. സാമ്പത്തിക പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യയുമായി ബന്ധപ്പെട്ട് ശോഭിക്കാനുള്ള അവസരങ്ങൾ, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കടബാധ്യതകളുണ്ട് എങ്കിൽ പോലും ഒരു പരിധി വരെ അത്തരം പ്രശ്നങ്ങളെ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷവും സമാധാനവും കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. സന്തോഷകരമായ നിമിഷങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. കർക്കിടകം രാശി. പുണർദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രക്കാരാണ് കർക്കിടകം രാശിയിൽ വരുന്നത്. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ പ്രതിസന്ധികൾ, പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിൽ അനുഭവിക്കേണ്ടതായ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ പ്രതികൂലമായ പല സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തിരിച്ചടികളിലൂടെ മുന്നോട്ട് പോകേണ്ടതായ സാഹചര്യങ്ങളുണ്ട് എങ്കിൽ പോലും അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് കുതിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രധാനമായും കുടുംബത്തിൽ സന്തോഷം കൊണ്ടുവരുവാനും സമാധാനം കൈവരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. കൂടാതെ പഠനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾക്ക് ഫലം ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരാം. കഷ്ടപ്പാടുകൾ ഒരു പരിധിവരെ അകലുന്നതാണ്. ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾക്കുള്ള സാധ്യത വർദ്ധിക്കുന്നു എന്ന പ്രത്യേകതയുണ്ട്. നല്ലൊരു ജീവിതം സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ കടന്നു വരും. ബിസിനസ് പരമായോ തൊഴിൽപരമായോ വിദ്യയുമായി ബന്ധപ്പെട്ടോ ശോഭിക്കുകയോ അനുകൂലമായ സാഹചര്യങ്ങൾ കടന്നു വരികയോ ചെയ്യാം. പലപ്പോഴും ധനത്തിന് ആവശ്യമുണ്ട് എങ്കിൽ പോലും ധനം ലഭിക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരും. നിങ്ങൾക്ക് സഹായധനമായി പണം ലഭിക്കുകയോ അല്ലെങ്കിൽ പല വഴികളിലൂടെയും ആവശ്യങ്ങൾ നിവർത്തിക്കുന്നതിനുള്ള പണം കൈകളിലേക്ക് വന്നു ചേരുകയോ ചെയ്യാം. ഇത്തരത്തിൽ കാര്യങ്ങൾ അനുകൂലമാകാം. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പൊതുവിൽ ഈ സമയം പ്രധാനമായും ശിവരാത്രി മുതൽ തന്നെ കാര്യങ്ങൾക്ക് മാറ്റങ്ങൾ വന്നു തുടങ്ങും. കാര്യങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. തുലാം രാശി. ചിത്തിര, ചോതി, വിശാഖം എന്നീ നക്ഷത്രക്കാരാണ് തുലാം രാശിയിൽ വരുന്നത്. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം
പല വിധത്തിലും അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ജീവിതത്തിലേക്ക് കടന്നു വരാവുന്നതാണ്. സാമ്പത്തിക നേട്ടങ്ങൾ, സാമ്പത്തിക കാര്യങ്ങൾ അനുകൂലമാവുക, കഷ്ടപ്പാടുകളുണ്ട് എങ്കിൽ അത്തരം പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജീവിതത്തിൽ പ്രധാനമായും സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. പ്രവർത്തിക്കുന്നതായ പല മേഖലകളിലും വിജയങ്ങൾ നേടുവാൻ സാധിച്ചു എന്ന് വരാം. അത് നിങ്ങൾക്ക് പ്രശസ്തിയും ധനപരമായ നേട്ടങ്ങളും നൽകുന്നതാണ്. വിദ്യയുമായി ബന്ധപ്പെട്ട് നേരിട്ടിരുന്നതായ പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കും. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ജീവിതത്തിൽ പല വിധത്തിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അതിൽ ചില മാറ്റങ്ങൾ വന്നു ചേരാം. ബിസിനസ് പരമായ നേട്ടങ്ങൾ, സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, അതിനുള്ള ചില സൂചനകൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം അനുകൂലമാകാം. ചില തർക്കങ്ങൾ, ചില തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് കുതിക്കുവാൻ സാധിച്ചു എന്ന് വരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലമായി തീരാം. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുക, ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ധനം വന്നു ചേരുക, ഇത്തരത്തിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. കുംഭം രാശി. കുംഭം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അവിട്ടം, ചതയം, പൂരുരുട്ടാതി എന്നീ നക്ഷത്രക്കാർ. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അല്പം അനുകൂലമാകുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പല വിധത്തിലും നേട്ടങ്ങൾ കടന്നു വരാം. സാമ്പത്തികമായി നിങ്ങൾക്ക് പ്രതിസന്ധികളുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്യുകയോ അത്തരം കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുകയോ ചെയ്യാം. കുടുംബവുമായി ബന്ധപ്പെട്ട പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ, ബാധ്യതകളുണ്ട് എങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില കാര്യങ്ങൾ സംഭവിക്കാം. തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. പല വിധത്തിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല വിധത്തിലും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്ന സാഹചര്യം തന്നെയാണ് വന്നു ചേരുക. പല വിധത്തിലും കഷ്ടപ്പാടുകൾ, കഷ്ടതകൾ അനുഭവിക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കുവാൻ സഹായകരമായ കാര്യങ്ങൾ വന്നു ചേരാം. പ്രതിസന്ധികൾ അകലുകയും കൂടാതെ ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുകയും ചെയ്യാം. ധനപരമായതോ അല്ലെങ്കിൽ നിങ്ങളെ വളരെയധികം അലട്ടുന്നതായോ ചില കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം പുതിയ ജോലി ലഭിക്കുക, വിദേശത്തെ ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾ അനുകൂലമാവുകയോ ചെയ്യാം. ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള ധനം ലഭിക്കുന്നതാണ്. ലോണുമായി ബന്ധപ്പെട്ടോ സഹായമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ലഭിക്കാനുള്ളത് ധനമായി ബന്ധപ്പെട്ടോ കാര്യങ്ങൾ വന്നു ചേരാം. പണം നിങ്ങളുടെ കൈവശം വന്നു ചേരാം. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. പൊതുവിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാം.